ഇങ്ങോട്ടിരിക്കാം സർ. ഈ ട്രാക്കിൽ ബെഞ്ചിട്ടിരിക്കാൻ. ഈ സമയത്ത് വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, അകത്തോട്ടിരിക്കാം. അതെ, ഞാൻ ഇവിടെ ഇരിക്കാമെന്നല്ല. ഇയാളിത് എന്താണ്? അതവിടെ അങ്ങനെ വെച്ചിട്ട് പോയി ഇരിക്കാൻ പറ. വെറുതെ മര്യാദയില്ലാതെ ജീപ്പ് ട്രാക്കിലിട്ടിട്ട് ന്യായം പറയാം. ഒരു കട്ടൻ എടുക്കട്ടെ? വേണ്ട സാറേ, ഇതൊരു വോട്ട് ബാങ്കാണ്. ഒരു 10,000 വോട്ടർമാരുണ്ടാവും. കണക്കെടുക്കുമ്പോൾ ആക്കൊന്ന് 10,000 കൊടുത്താൽ 10 കോടി. കപ്പലോട്ടിക്കാം, തുറമുഖമുണ്ടാക്കാം, അവരെ ബഡ്ജറ്റ് കാര്യം നടക്കുകയും ചെയ്യും, പേരും കിട്ടും. ഓനച്ചം വെറും ഡമ്മിയ. ഇതൊക്കെ പാർട്ടിയിലെ തലമൂത്തമാരെ പ്ലേയാ സാറേ. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാ സാറേ. എന്തൊക്കെയാ സാറേ പ്ലാൻ? അല്ല, സാർ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, വരും. 2-3 അസിസ്റ്റൻസ് ഉണ്ടാവും. സാറേ, ഒരു ചായ കുടിക്കുന്നോ? നമ്മളെ പാപ്പന്റെ കടയാ. അയ്യോ വേണ്ട, ഞാൻ ഇവിടുത്തെ ഒരു ചായ കുടിച്ചതാ. നല്ല ചായ. ഹലോ, സുഖല്ലേ? കൊള്ളാം. ഒന്നിൻ്റെ അടുത്ത് വിളിച്ചിരുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം പോണം കേട്ടാ. എത്ര എണ്ണം വേണം? ഒരു 4 കവർ എടുത്തോ. ഞാൻ പോവാ. ഇന്നലെ വണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലാലിച്ച. ഓ, എന്തിനാ? സാറ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തിനാ? ഇല്ല, ഒന്നുമില്ല. നാളെ കാണാം. പിള്ളേരുടെ ഒരു കാര്യം പോവല്ലേ? ആ പയ്യനോട് എന്തെടുക്ക? അവനൊരു വലിയ സംഭവം സാറേ. അത് മനസ്സിലായി. താൻ ചെറിയ സംഭവമാക്കി പറഞ്ഞാൽ മതി. സാറേ, മുമ്പുണ്ടായിരുന്ന ഗണപതി സാർ തുടങ്ങി വെച്ചതാ ഗപ്പിയെ വളർത്തൽ. വലിയ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് നിർത്തി. പക്ഷേ സിറ്റിയിൽ കൊതുക് ശല്യം കൂടിയതോടെ ഗപ്പിക്ക് ആവശ്യക്കാരും കൂടി. ഒരു ദിവസം ഞാനിത് നമ്മുടെ പാപ്പൻ്റെ ചായക്കടയിരുന്ന് പറഞ്ഞ് അതോടെ ആ ചെക്കൻ ആ ഓടയിൽ കൃഷി തുടങ്ങിയില്ലേ, ഗപ്പി കൃഷിയേ. മിടുക്കനാ സാറേ. എന്താ അവൻ്റെ പേര്? അതല്ലേ, ഈ മീൻ പിടിക്കാനും മീൻ വളർത്താനും തുടങ്ങിയതോടെ അവൻ്റെ പേരെല്ലാവരും ഗപ്പി എന്നങ്ങിട്ട്. ഗപ്പി? അവൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ സാറേ. അവൻ്റെ അച്ചായും പണ്ട് കടലിൽ പണിക്ക് പോകുമായിരുന്നു. ഒരു ദിവസം പണിക്ക് പോയിട്ട് തിരിച്ചു വന്നത് ഡെഡ് ബോഡി ആയിട്ടാണ്. അതോടെ അവൻ്റെ തള്ളയ്ക്ക് സ്ട്രോക്കും വന്ന് 2 കാലും തളർന്നു പോയി. പിന്നെ അവൻ്റെ തള്ളയ്ക്ക് അവനെ കടലിൽ വിടാൻ പേടിയാ. ചെറുക്കം പെട്ടില്ലേ? അപ്പോൾ ട്രാജഡി ആണല്ലേ? അതെ. പാവോ? അവനോ? അതെ സാറേ, പാവാ. അവനപ്പോ പഞ്ചായത്തായിട്ട് യാതൊരു ഡീലും ഇല്ല അല്ലേ? എവിടെ ഒക്കെ ഞാനല്ലേ. കൃഷ്ണ സാറിന് കുഴപ്പമില്ല. എൻ്റെ സാറേ, ഞാനേ ഗപ്പി ജോഡിക്ക് 3 രൂപ വെച്ച് അവന് കൊടുക്കും. എത്ര? 2 രൂപ വെച്ച്. എത്ര? എൻ്റെ സാറേ, 1.5 രൂപ ഞാനും എടുക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദൈവമേ, 4 പിള്ളേരാണ് സാറേ. സാറേ, ആരോടും പറയല്ലേ? ഇല്ല. എനിക്ക് പേടിയാവുന്നടാ. നിന്റെ പേടി മാറും. ഞാൻ അവിടെ ഓട്ടിട്ട് വെച്ചിട്ടുണ്ട്. നോ ടെൻഷൻ, നിങ്ങൾ വാ. എന്താ ഇവിടെ നോക്കി കാണാവോ? ഇനിയും പോണോ? സുഖാ പോൽപ്പിച്ചേക്കണേ. എടാ, ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ തോളത്ര വലുതായിരുന്നടാ. തോള വലുതാക്കിയ ഞാനാണ്. നിങ്ങളെ തൽക്കാലം പോയി. ഇപ്പൊ ഒളിഞ്ഞു നോട്ടെന്നൊക്കെ പറയുന്ന ഒരു കലയാണ്. ആ കലയ്ക്ക് പ്രായമാകുമ്പോ എന്നെ പറയാം. സുഖമില്ലല്ലോ. ഞാൻ കണ്ടിട്ടെണ്ണ. നീയും പോക്കോ? അണ്ണ എന്താ അണ്ണ? ഗപ്പി ഔട്ട്.
അക്കാണ് നിനക്ക് അശുവാണ് എനിക്ക് ആ ഇടി ഇട് അക്കം നീ ഔട്ടട്ടാ ഇങ്ങോട്ട് താളാ ചെക്ക ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോകും. അവനെ വീട്ടിൽ പിടിച്ചാൽ മതിയായിരുന്നു. പോയാ ആ പടം ഒന്ന് മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ താൻ അടിക്കുമല്ലോ അല്ലേ? കഴിക്കൂ സാറേ. ഓ ആ. സാറേ നമ്മളെ ഓനച്ചൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടാ? എവിടെ വിളിക്ക്? ആ ഓനച്ചോ. ഓ വാ. ഓണിച്ചോ അയ്യോ സാറേ, എന്റെ അടുത്ത് ക്ഷമിക്കണം സാറേ. അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നു. ഓനച്ചാ ഞാനിവിടെ ഒരു പാലം പണിയാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ എന്ന് വിളിച്ചത്? ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം. ദാ, ഇത് നോക്കി പൊതുവിട്ടിരുന്നോ? കരകൗശല ഉറങ്ങിയില്ലേ? നോക്കിയിരിക്കുന്നവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ? 90 കഴിഞ്ഞു. ചിന്നപ്പാ, അതെ, സാറ് വരാൻ ലേറ്റാവും. നമുക്ക് 2 അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് വെച്ചാലോ? അല്ലെങ്കിലും വെള്ളം ചേർക്കാൻ താ പണ്ടേ മിടുക്കനാണല്ലേ? അതെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഒനച്ച 4 പിള്ളേരും ടെൻഷനും. താനിതെപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ 4-1 തൻ്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളടുത്ത് നിസ്സംശയം പറയും. താൻ പോയി പറ. സാറ് വന്നു. വെള്ളം ഒഴിച്ച് വെയ്. വെള്ളം ഒഴിച്ച്. അടുത്ത് പോയി. തൊണ്ടക്കുഴി കീറി. വനിത ക്രിസ്മസ് വെൽക്കം. പപ്പ വായിച്ചില്ലേ? വെള്ളം കയറും. നാലാൾക്ക് ഓരോ കട്ടൻ എടുക്കട്ടെ.